നമസ്കാരം സാറേ. നമസ്കാരം ദിനേശ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉഷാറായിട്ട് ചെയ്തു. ഇനി ഒരു അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വർദ്ധിച്ചു വരുന്ന ജലക്ഷാമം. ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നതനുസരിച്ച് കാലാവസ്ഥയെ മാത്രം കുറ്റം പറയാൻ പാടില്ല, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനോട് അതിനകത്തുണ്ട്. വർദ്ധിച്ചു വരുന്നൊരു ജലക്ഷാമമാണ് ഇപ്പോൾ നമ്മൾ, അതായത് ശുദ്ധജല സ്രോതസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി സാറ് നമ്മുടെ പ്രകൃതി കൃഷിയെപ്പറ്റി പഠിച്ചപ്പോൾ അതിൽ പ്രതിപാദിക്കുന്നൊരു വിഷയമായിരുന്നു അത്. തീർച്ചയായിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം എന്നൊരു വലിയ ആഗോളമായിട്ട് തന്നെ ഒരു വലിയൊരു പ്രശ്നമായി മാറുന്നു. കുടിവെള്ളം ഇല്ലാതാകുന്നു. നമ്മൾ തന്നെ ഇടുക്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു 30-40 വർഷം മുമ്പ് ഇവിടെ നമ്മൾ അരുവികളിൽ കാത്തുനിന്നാണ്. അതായത് മണ്ണിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരുന്ന വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കിണറുകളാക്കി അപ്പോഴത്തേക്കൊരു 8 അടി 10 അടി മുതൽ താഴോട്ടൊരു 10-30 അടി വരെ താഴ്ചയിലേക്ക് നമ്മൾ കുഴികൾ കുളിച്ച് വെള്ളമെടുക്കുന്നൊരു കാലഘട്ടം വന്നു. ആ സമയത്ത് ഒത്തിരി പാറയൊക്കെ പൊട്ടിച്ചൊക്കെ കുളം വലുതാക്കാനൊക്കെ അതെല്ലാം വെള്ളത്തിനെ താഴോട്ട് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ട്യൂബ്വെല്ലുകൾ വന്നു. ട്യൂബ്വെല്ലുകൾ വന്നപ്പോഴത്തേക്ക് വീണ്ടും 100 അടി 150 അടി താഴ്ചയിലേക്ക്, ഇപ്പം അതിനേക്കാളിലൊക്കെ താഴേക്ക് വന്നു. ഇത് തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, അതായത് വിദർഭ പോലുള്ള ഭാഗങ്ങളിലൊക്കെ പണ്ട് കാലത്ത് 10 അടിക്കൊക്കെ വെള്ളം കെട്ടിക്കൊണ്ടിരുന്നത് കുഴിച്ച് ഇന്ന് 1000 അടി താഴോട്ട് പോയാൽ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ജലക്ഷാമത്തിനായിട്ട് മനുഷ്യന് ഒരു വലിയ പങ്കുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പ്രകൃതിയിൽ മണ്ണാണ് ഈ വെള്ളം പിടിച്ചു വെക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഒരു എന്താ പറയുന്നത്, ഒരു മീഡിയ. മണ്ണിൻ്റെ ഏരിയയെ വെച്ച് നോക്കി അതിനകത്ത് മൊത്തം വെള്ളം, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന വെള്ളം പിടിച്ചു വെക്കാനുള്ള മണ്ണിൻ്റെ ഒരു ശേഷി നമുക്കിപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒന്ന് കുഴിച്ച് വെള്ളത്തിന് താഴോട്ട് കൊണ്ടുപോയി, രണ്ടാമത് മണ്ണിൻ്റെ ജലം പിടിച്ചു വെക്കാനുള്ള ജലാഗിരണ ശേഷി, ജലം ഹോൾഡ് ചെയ്യാനുള്ള ശേഷി, ഇതെല്ലാം ഇല്ലാതായി. ഇതും മണ്ണിൽ ഓർഗാനിക് കാർബണും ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നത്. മണ്ണിലുള്ള ഓർഗാനിക് കാർബണ് ഒരു കിലോ ഹ്യൂമസിന് ഒരു 8 കിലോ 8 ഇരട്ടി, അതിൻ്റെ വോളിയത്തിൻ്റെ വെയ്റ്റിൻ്റെ 8 ഇരട്ടി വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി ഈ നമ്മുടെ ഹ്യൂമസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കാർബണിൻ്റെ ഒരു വലിയ സ്രോതസ്സാണ് മേൽമണ്ണ്. അപ്പോൾ മേൽമണ്ണ് നഷ്ടപ്പെട്ടു. പിന്നെ മണ്ണരകളുടെ പ്രവർത്തനം കൊണ്ട് വെള്ളം മണ്ണിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അത് നമ്മൾ നശിപ്പിച്ചു. ഇന്നിപ്പം പറ്റുന്നത് ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന അത് കുറഞ്ഞപ്പോഴത്തേക്ക്, എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്ക്, ശക്തിയായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് അത് ഒന്നിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങണം, മണ്ണിലേക്ക് ഇറങ്ങിയില്ല, മണ്ണ് കട്ടിയാണെങ്കിൽ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനുള്ളൊരു ശേഷിയില്ലാതാകുമ്പോഴത്തേക്ക് ഇത് ഒഴുകി അങ്ങ് പോകും. അത് മേൽമണ്ണും കൂടെ കൂട്ടി ഇങ്ങനെ ഉള്ളത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഗിവൺ ഏരിയയിലുള്ള വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി, വെള്ളം ഇറങ്ങാനുള്ള ശേഷി എല്ലാം മണ്ണിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ചൂട് കൂടുമ്പോഴത്തേക്ക് ഇവാപറേഷൻ ലോസ് അത് വളരെ കൂടി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏലം കൃഷിക്കാണ് ഏറെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇങ്ങനെ അതിനകത്ത് മറ്റ് കൃഷികൾ അലോ ചെയ്യുന്നില്ല. കാരണം കുരുമുളകാണെങ്കിലും ഓരോ മരത്തിലൂടെ ചെയ്യുന്നുണ്ട്, എന്നാൽ അതും ഭൂരിഭാഗം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോയിൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏലം കൃഷി, അതായത് മോണോക്രോപ്പ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊരു അഗ്രികൾച്ചർ ഫീൽഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതും നല്ലൊരു ദോഷമായിരിക്കില്ല. അതൊരു വലിയ ഫാക്ടർ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നേ ഉള്ളായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ ഏലം എന്ന് പറയുന്നത് ഈ ഉടുമ്പൻചോല അല്ലെ ഇടുക്കി ജില്ലയിലാണ് ഉത്ഭവിച്ചതായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഇവിടത്തെ ഒരു സ്വാഭാവിക വനം എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങൾ, ഒരു 100 അടിയൊക്കെ പൊക്കമുള്ള മരങ്ങൾ, അതിൻ്റെ താഴെ ഒരു 40 അടി ഒക്കെ ഉള്ള ഇടമരങ്ങൾ, അങ്ങനെ ഒരു 3-4 തട്ട് മരങ്ങളുടെ അടിയിൽ മറ്റ് പല സസ്യങ്ങളുടെയും കൂടെ വളർന്നിരുന്ന ഒരു ചെടിയായിരുന്നു ഏലം. ഇന്ന് വൻമരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഈ 4-5 തട്ടെന്നുള്ള ആ കൺസെപ്റ്റേ പോയി. ഇപ്പം കുറച്ച് മരങ്ങൾ ഉണ്ടെങ്കിലുണ്ട്, അല്ല അത് തന്നെ നമ്മൾ കഴിയുന്നിടത്തോളം ഓരോ വർഷം വെട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നു. അടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് നെറ്റൊക്കെ കെട്ടി അതിനടിയിൽ ഏലം ഒരു മോണോക്രോപ്പ് പോലെ ആക്കി വളർത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ
ജൈവ വൈവിധ്യത്തിൻ്റെ പവർ. ജൈവ വൈവിധ്യമാണ് മണ്ണ് ബിൽഡ് ചെയ്യേണ്ടത്. മണ്ണ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മണ്ണ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണിൽ കാറ്റോട്ടം, വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി, ഇതെല്ലാം ആണ് മണ്ണിലെ ജീവൻ. ഇതിനെല്ലാം ഒത്തിരി ശോഷണം വന്നിരിക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ ഇത് കൂടിക്കൂടി വരും. വെള്ളത്തിൻ്റെ പ്രശ്നം കൂടിക്കൂടി വരും. ഇവാപറേഷൻ ലോസ് കൂടിക്കൂടി വരും. മറ്റേത് കരിയിലകളൊക്കെ വന്ന് മൂടി മണ്ണ് എപ്പോഴും ഒരു വെയിൽ നേരിട്ടടിക്കാത്ത ഒരു സ്ഥിതിയിൽ ആയിരുന്നു. അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് തിരികെ കൊണ്ടുവന്നാൽ അതാണ് റീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ. അതും റീജനറേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മണ്ണിനെ റീജനറേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ആ എക്കോസിസ്റ്റത്തിനെ റീജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോകളുടെയൊക്കെ ഒരു സന്ദേശം തന്നെ അതാണ്. ഈ പ്രകൃതിയെ നമ്മളിനി റീജനറേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് തിരിച്ചു പോക്കുള്ളൂ. ഇപ്പം നമ്മൾ ഏതാണ്ട് ബ്രിമ്മിലായിരിക്കുന്നു. ഇനി മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒന്നിൽ മനുഷ്യൻ ഇവിടെ നിന്ന് ഇല്ലാതാകും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇല്ലാതാകും. കാരണം വെള്ളം തന്നെ ഏറ്റവും ടോപ്പ് ലെയറിൽ വെള്ളം കിട്ടുകേണ്ടിരുന്ന വെള്ളം ഇന്നിപ്പം നമ്മൾ ഒത്തിരി താഴെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഉപയോഗവും കണ്ടമാനം കൂടി. ഇപ്പം പണ്ടെന്നൊരു എന്താ പറയുന്നത്, ഒരു 30 വർഷം മുമ്പൊക്കെ ഈ ഏലത്തിനെ ഇറിഗേഷൻ കൊടുക്കുന്നത് വളരെ ചുരുക്കം പേരൊക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ എല്ലാവരും ഏലത്തിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഇന്നിപ്പം നനയ്ക്കാതെ ഏലക്കൃഷിയോ അല്ലെ ഒരു കൃഷിയും ഇടുക്കിയിലും ഇവിടെ അല്ല ഇപ്പം നാട്ടിൻപുറത്തോട്ട്, അതായത് പ്ലെയിൻസിലേക്ക് അത് കുറേ വർഷങ്ങൾ തന്നെ മുമ്പ് ഈ നനയ്ക്കാതെ കൃഷി ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. ആ ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ വർഷം തന്നെ ഇപ്പം നനച്ചിട്ട് പോലും ചെടിയെ രക്ഷിക്കാൻ പലർക്കും പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അതിന് നമ്മൾ എല്ലാവരും കൂടെ, അല്ല ഇപ്പോൾ ഒരാൾ തന്നെ, ഇപ്പം ഞാനിവിടെ ഈ റീജനറേറ്റീവ് ഫാമിങ് ഞാനിവിടെ മാത്രം ചെയ്തുകൊണ്ട് ഇടുക്കി ജില്ലയുടെ കാലാവസ്ഥ മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും, അതായത് ജീവനുള്ള മനുഷ്യൻ എല്ലാവരും തന്നെ ഇതിനെല്ലാം നോക്കി ഇനിയും പ്രകൃതിയെ റീജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ മാറാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ, അത് നമുക്ക് വേണ്ട ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ വൻ വൃക്ഷങ്ങൾ മുതൽ ഏറ്റവും ചെറിയ ഒരു കുറ്റിക്കാടിന് വരെ, ഒരു പുല്ലിന് വരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ മോണോക്രോപ്പ് ആണെങ്കിലും ഏത് കൃഷി ചെയ്യുന്നെങ്കിലും നമ്മൾ അനാവശ്യമായിട്ടാണ് ഈ കളകളെ നശിപ്പിച്ച് കളയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൂര്യപ്രകാശം ഫുൾ അബ്സോർബ് ചെയ്തെടുത്ത് ആഹാരമാക്കി മാറ്റണമെങ്കിൽ സസ്യങ്ങൾ തന്നെ വേണം. അപ്പോൾ ഈ തെളിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം റേഡിയേഷൻ മണ്ണിലേക്ക് അടിക്കുന്നു, അവിടെ ഉണക്ക് സംഭവിക്കുന്നു. അതേസമയം നമുക്ക് ഈ കളകളെ അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവെന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന ഓരോ ക്രോപ്പിനും വിളവ് കുറയുമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ഫാം ചെയ്തപ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടോ ഈ കളകൾ നിന്നതുകൊണ്ട്? തീർച്ചയായിട്ടും. ഞാനും ആദ്യ കാലത്തെല്ലാം ഈ കളയെല്ലാം എടുക്കുമായിരുന്നു, എല്ലാം കുഴിച്ചു മൂടുമായിരുന്നു, ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തിരുന്നു. പിന്നെയാണ് റീജനറേറ്റീവ് ഫാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കളകളുടെ ഇമ്പോർട്ടൻസ് അന്നേരമാണത്. ഞാൻ ഓർക്കായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ എന്തും അബദ്ധമായിരുന്നു ചെയ്തിരുന്നത്. ചിന്തിച്ചാൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ വഴി വന്ന ഒരു നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നുകൂടിയ ഒരു ആശയമാണ് ഈ കളകൾ മുഴുവൻ നശിപ്പിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചിരുന്നു നമ്മൾ കാശ് കൊടുത്ത് വളം മേടിച്ചിരുന്നു, കളകൾ ഇത് വലിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ധാരണ നമുക്കുണ്ടായി. എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയത്. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ കടന്നുകൂടി. പിന്നെ ഈ റീജനറേറ്റീവ് ഫാമിങ്ങിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഈ അടിസ്ഥാനമായ എനർജി എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ എനർജിയെ പച്ചിലകൾക്ക് മാത്രമേ ആഗിരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോളാർ എനർജിയെ ഒരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ സസ്യങ്ങൾക്ക് മാത്രം സാധിക്കുന്നു. ശാസ്ത്രം ഇത്രയും വളർന്നു എങ്കിൽ പോലും ഫോട്ടോസിന്തസിസിനെ ഒന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് മനുഷ്യന് ഒരു ഫോട്ടോസിന്തസിസ് ചെയ്യാവുന്ന ആ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം നമ്മുടെ ഒരു പുൽനാമ്പിന് പോലും ഒരു പച്ച നിറമുള്ള ഒരു ഇലയ്ക്ക് അതിനകത്തുള്ള ക്ലോറോപ്ലാസ്റ്റുകളിലെ ഒരു സോളാർ സെല്ലുകളായിട്ട് നമ്മളെ കണക്കാണ്. ആ സൗരോർജ്ജത്തിനെ എടുത്തിട്ട് ഒരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള ശേഷി ഈ ഫോട്ടോസിന്തസിസിൽ കൂടെ സസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടിസ്ഥാനമായിട്ട് ഉള്ള എനർജികളുടെ സോഴ്സ്. ഇപ്പം ഒരു ചെടി
ഫോട്ടോസിന്തസിസ് വഴി സൂര്യനെ ആഗിരണം ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ തണ്ടുകളിലും ഇലകളിലും കായകളിലും വേരുകളിലും ഒക്കെ ആയിട്ട് സംഭരിച്ചു വെക്കുന്നു. അത് ഒരു പശു ആ പുൽനാമ്പ് കഴിക്കുമ്പോഴത്തേക്ക് ആ പശു ആ സൗരോർജ്ജത്തിനെയാണ് ആഹരിക്കുന്നത്. നമ്മളൊരു അരി കഴിക്കുമ്പോൾ ആ നെൽച്ചെടി ആഗിരണം ചെയ്ത സൗരോർജ്ജത്തെയാണ്. അതുപോലെ ഏലക്ക എന്ന് പറയുന്നതും അടിസ്ഥാനപരമായിട്ട് ആ സൗരോർജ്ജം ആണ് ഏലക്കയായിട്ട് വരുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ കടയിൽ നിന്ന് മേടിക്കുന്ന യൂറിയ ഇട്ടാൽ ഇത് വളർത്താം എന്ന് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയുന്നത് ഞാനത് ഒരു കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അന്നത് എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് ഞാനിപ്പോൾ തിരിഞ്ഞ് അത് ഇപ്പോൾ ഞങ്ങൾ ഏലത്തിനിടയ്ക്കുള്ള കള എടുക്കുന്നില്ല. ഏലത്തിന് മേളിൽ കയറുന്ന വള്ളികളോ അതൊക്കെ മാത്രം എടുക്കുന്നു. മരങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 5 തട്ട് മരങ്ങളുണ്ടായിരുന്നു, 4 തട്ട് മരങ്ങളുണ്ടായിരുന്നു. 5ാമത്തെ തട്ടിലായിരുന്നു ഏലം നിന്നിരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻമരങ്ങളെ ഒന്നും ഇപ്പം ഞങ്ങൾ വൻമരങ്ങൾ അപ്പം സൗരോർജ്ജം പൂർണ്ണമായിട്ടും ഫോട്ടോസിന്തസിസ് ചെയ്ത് വേറൊരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റി മണ്ണിലുള്ള തേനീച്ചകൾക്കും ജീവികൾക്കും മണ്ണറകൾക്കും എല്ലാം ഈ സൗരോർജ്ജം ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റി അവർ ആ എനർജി സ്വീകരിച്ചാണ് നമ്മുടെ മണ്ണ് ബിൽഡ് ചെയ്യുന്നതും നമ്മുടെ സോയിൽ ബിൽഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് അത് തെറ്റാണോ ഇല്ല? തീർച്ചയായിട്ടും ഈ ക്ലീൻ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പറ്റത്തില്ല. നമ്മുടെ മണ്ണിനെ നന്നാകണമെങ്കിൽ ആ എനർജി ആ എനർജിയിൽ കൂടി എന്ത് പ്രവർത്തനത്തിനും എനർജി വേണം. സോയിൽ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പ്രോസസ്സാണ്. ആ ബിൽഡിംഗ് പ്രൊസീജിയറിൻ്റെ എനർജി കിട്ടുന്നത് ഈ സൗരോർജ്ജം ബയോകെമിക്കൽ എനർജിയായി മാറ്റി മണലുകളും മറ്റ് അനേക ജീവജാലങ്ങളും കൂട്ടായ്മയായ ഒരു പ്രവർത്തനത്തിൽ കൂടെ അത് നമ്മൾ മനസ്സിലേക്ക് പോകും. അവിടെ മണ്ണൊക്കെ നല്ല ഇളക്കമുള്ളതാണ്. അവിടെ വീഴുന്ന ഇപ്പോൾ ഒരു വനത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാലും നമ്മളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന വെള്ളച്ചാലും നോക്കിയാൽ മഴ പെയ്യുമ്പോൾ വനത്തിലെ വെള്ളച്ചാലുകളിൽ കൂടെയും വെള്ളം ഒഴുകും. പക്ഷേ ആ വെള്ളം ക്ലിയർ ആയിരിക്കും. അതേസമയം നമ്മുടെ കൃഷിയിടങ്ങളിൽ കൂടെ പോകുന്നൊരു വെള്ളച്ചാലാണെങ്കിൽ അതിനകത്തൂടെ മണ്ണായിരിക്കും ഒഴുകി പോകുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. സോയിൽ എറോഷൻ എന്ന് പറയും. സോയിൽ എറോഷൻ, അതെ. ഓക്കെ. അപ്പം നമ്മുടെ ശരീരത്തിന് സ്കിൻ എന്ന പോലെ തന്നെ ഭൂമിക്ക് ഒരു പുതപ്പ് എന്ന് വേണേൽ പറയാം. ഈ അങ്ങനെയൊക്കെ നമ്മളതിനെ മനസ്സിലാക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ണറകൾക്ക് ദോഷമാകുന്നു, സൂക്ഷ്മജീവികൾക്ക് ദോഷമാകുന്നു. 2 ഇതിൽ മണ്ണറകൾക്ക് ചൂട് മണ്ണിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ മണ്ണങ്ങ് ഭയങ്കര ഇതാകുമ്പോഴത്തേക്ക് അവർക്ക് പ്രവർത്തിക്കാൻ നല്ലത് അവർ സമാധിയിലേക്ക് പോകും. അതുപോലെ ഈ സൂക്ഷ്മജീവികൾ ഒത്തിരി ചത്തുപോകും. ഇവർക്ക് വേണ്ട എനർജിയും അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥയും ഉണ്ടാക്കുന്നത് ഈ പുതപ്പാണ്. ഈ മണ്ണിൻ്റെ പുതപ്പ് നിലനിർത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ല ശുദ്ധജലം സ്രോതസ്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ സാറേ, നമ്മുടെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡാണെങ്കിൽ കൂടിയും വലിയൊരു അറിവാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിറയെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണം. ഇത് എനിക്കൊരു ഉത്സാഹം വരണമെങ്കിൽ ജനങ്ങൾ ഇത് കാണുന്നവർ അവർക്കൊക്കെയുള്ള അവരുടെ കമൻറ്റ്സ്, അവർക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളാണ്. കാരണം ഇതൊരു പുതിയൊരു കൃഷി രീതിയാണ്. ഞാനും അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് ഇടയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഈ കൃഷി രീതിയെക്കുറിച്ച് ഇത് പ്രചരിക്കണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആവശ്യമായിട്ട് നമ്മൾ കാണണം. കാരണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഓരോരുത്തരുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഡെന്നിസിനോ അടുത്ത വീഡിയോ ചെയ്യാൻ എല്ലാ ഊർജ്ജമാണ്. ആ ഒരു ഊർജ്ജം നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. ഓക്കെ.